ഹായ്, ഐ എം ജസീല നിസാം. തവിയും കുക്കറും ഒക്കെ ആയിട്ട് ഇന്നും എത്തിയിട്ടുണ്ട്. ഒരു ചെറിയ കുക്കിംഗ് വീഡിയോയാണ്. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് എന്താണെന്ന് പറഞ്ഞാൽ കഫ്സ, സ്പെഷ്യൽ കഫ്സ ബിരിയാണി. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബാ. അപ്പോൾ നമ്മുടെ കഫ്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണേ. അരി ഇതിന് 4 ഗ്ലാസ് അരി. ഓക്കെ. പിന്നെ 5 സവോള, 2 ക്യാപ്സിക്കം, 5 തക്കാളി, 5 പച്ചമുളക്, ഇത് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി 2 പേസ്റ്റ് ആക്കിയതാണ്. പിന്നെ വേണ്ടത് ഉണങ്ങിയ നാരങ്ങ, മാഗി ചിക്കൻ സ്റ്റോക്ക്, കഫ്സ മസാല, പുതിനയില, മല്ലിയില, പിന്നെ നമ്മുടെ രമ്പയില, ഡാൽഡ, സൺഫ്ലവർ ഓയിൽ, നെയ്യ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആണെങ്കിലും മതി, എല്ലാം ആയാലും കുഴപ്പമില്ല, ടേസ്റ്റ് കൂടും. പിന്നെ വേണ്ടത് തക്കോലം, കറുകപ്പട്ട, കുരുമുളക്. പിന്നെ നമുക്ക് വെള്ളം എത്ര വേണമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു ഈ ഗ്ലാസ്സിനാണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ്സിൽ 4 ഗ്ലാസ് അരിയും അതിന് വെള്ളം എടുത്തേക്കുന്നത് 8 ഗ്ലാസ് വെള്ളം. ഓക്കെ, വെള്ളം ചെറുതായിട്ട് ചൂടാക്കി വെച്ചേക്കുവാണേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട്. നമ്മൾ കുക്കറിലാണ് കേട്ടോ കഫ്സ വയ്ക്കുന്നത്. കുക്കർ ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. കുറച്ച് ഡാൽഡ ഒഴിക്കാം, ഒരു 1 ടേബിൾ സ്പൂണോളം ഡാൽഡ. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറുകപ്പട്ട, തക്കോലം, ഗ്രാമ്പൂ, അതുപോലെ കുറച്ച് കുരുമുളക്, ഇത് ഇത്രയും ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് സവോള ഇടാം. 5 സവോളയാണ്. ഇപ്പോൾ സവോളയിൽ നമ്മൾ കുറച്ച് ഉപ്പിടണേ. തൽക്കാലം 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നീട് ആഡ് ചെയ്യാം. ഈ അളവിൽ ഒരു 15 പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ള കഫ്സ ഉണ്ടാവുമേ. ഞങ്ങളിപ്പോൾ ബാലരാമപുരത്താണ് നിൽക്കുന്നത്, താത്തായുടെ വീട്ടിൽ. താത്തായുടെ മക്കളുടെ ബർത്ത്ഡേ ആണ്. താത്തായുടെ 2ാമത്തെയും 3ാമത്തെയും മക്കൾ ഉമർ ഫയാസ് ആൻഡ് ഉമർ ഫാരിസ്. അവരുടെ ബർത്ത്ഡേ തമ്മിൽ ഒരു ദിവസത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓഗസ്റ്റ് 19 ഇളയാളുടെ ഫയാസിൻ്റെ ബർത്ത്ഡേയും, ഓഗസ്റ്റ് 20 ഫാരിസ് 2ാമത്തെ ആളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ രണ്ടും കൂടെ ഒരു ദിവസമാണ് സാധാരണ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബർത്ത്ഡേ സ്പെഷ്യൽ കഫ്സയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടാം. ഇത് വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരു ടീസ്പൂൺ, ഒരു ഫുൾ ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്. അടുത്ത നമുക്ക് ക്യാപ്സിക്കം ഇടാം, തക്കാളി, പച്ചമുളക് ഇടാം. ഇനി മല്ലിയില, പുതിനയില, രമ്പയില ഇതരിഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് മാഗിയുടെ ക്യൂബ് എടുക്കാം. അതിൽ ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് അലിയിപ്പിച്ചിട്ട് ഇതിലിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്, പരുവായിട്ടുണ്ട്.
ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ കബ്സ മസാല ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. നമ്മൾ മസാലയൊക്കെ ഇട്ട് ചിക്കൻ നന്നായിട്ട് മസാലയിൽ പിടിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ഈ ആവിയിലൊന്നിരുന്ന് വേവണം. വിസിലിടണ്ട, ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. നമ്മൾ കബ്സയ്ക്ക് സൈഡ് ഡിഷായിട്ട് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടാക്കുവാണേ. അപ്പോൾ എന്താണ് ആ ചിക്കൻ ഫ്രൈയുടെ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. കുറച്ച് സവോള മിക്സിയിലിടണേ, ഒരു പകുതി സവോള മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഇഞ്ചി, അല്പം മല്ലിയില, ഒരു 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ അല്പം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇതിനകത്ത് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അല്പം ഉപ്പിടാം. ഇനി നമുക്ക് അതിനകത്ത് അല്പം കോൺഫ്ലോർ ഇടാം കേട്ടോ. കോൺഫ്ലോർ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇടാം. പിന്നെ ഇത് നല്ല കട്ടി തൈരാണ്, ഒരു ടേബിൾ സ്പൂൺ തൈര്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ അടച്ച് വെച്ചിട്ട് 5 മിനിറ്റിൽ കൂടുതലായി. തുറന്ന് നോക്കാം. ഓക്കെ, മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. നാല് കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഈ വെള്ളം ചൂടായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഉപ്പ് നോക്കാമേ. ഉപ്പുണ്ട്. നമ്മൾ മാഗിയുടെ ക്യൂബ് ഇടുന്നില്ലേ, അതിൽ ഉപ്പ് നല്ല കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഇടുക. നമ്മൾ ഇതിനകത്തേക്ക് ഒരു സാധനം ഇടാൻ ഇട്ടിട്ടില്ല, നാരങ്ങ. നമ്മൾ ഇതിനകത്തേക്ക് 2 നാരങ്ങ, ഉണങ്ങിയ നാരങ്ങയാണ്, അതുപോലെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. വെള്ളം തിളയ്ക്കുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ മസാല നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, ചിക്കൻ ഫ്രൈക്കുള്ള മസാല. അത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. പെട്ടെന്നാണ് ടേസ്റ്റ് കേട്ടോ. അപ്പം എല്ലായിടത്തും നന്നായിട്ട് എത്തും. അപ്പോൾ നമ്മൾ മസാലയൊക്കെ പുരട്ടിയിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ചിക്കനിൽ
പിടിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വെള്ളം ദേ നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ, കണ്ടോ. നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന അരി ഇടാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാമേ. അപ്പോൾ ഓരോ കുക്കറിൻ്റെ രീതി അനുസരിച്ചാണ് ഇതിൻ്റെ വേവ്. നമുക്കിതൊരു 10 മിനിറ്റ് വേവുണ്ട് കേട്ടോ ഈ കുക്കറിന്. അപ്പോൾ നമ്മുടെ കഫ്സ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമ്മളൊരു 10 മിനിറ്റ് കൂടി ഇതിങ്ങനെ തന്നെ വെച്ചേക്കണം, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇനി ഈ കഫ്സ ഇങ്ങനെ ഉണ്ടാക്കാൻ എന്നെ ആരാണ് പഠിപ്പിച്ചതെന്നും കൂടെ പറയണ്ടേ. എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഇക്കാക്കയാണ്. ഇക്കാക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ താത്തായുടെ ഹസ്ബൻഡ് ഉമർ ഫാറൂഖ്. ഇക്കാക്ക പഠിപ്പിച്ചെന്ന റെസിപ്പിയാണ്. നമ്മുടെ ചിക്കൻ ഫ്രൈയും കൂടെ റെഡിയാക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചേക്കുവാണ് മസാല പുരട്ടിയത്. പാത്രം വെച്ച് നമുക്കാദ്യം ചൂടാക്കാം. പാത്രം ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിക്കാം. ഓക്കെ, എണ്ണ ചൂടായിട്ട് നമുക്ക് ചിക്കൻ ഇടാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. വാവ്, ഇപ്പം നമ്മുടെ കഫ്സ റെഡിയാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഇനി ഇളക്കി യോജിപ്പിക്കണം. എനിക്ക് ഏറ്റവും പാടായിട്ട് തോന്നുന്നത് ഈ ഒരു സ്റ്റെപ്പാണ് കേട്ടോ. ഇത് ഫുള്ള് നന്നായിട്ട് ഇളക്കി എന്നാലേ ആ മസാല എല്ലാ ഭാഗത്തും എത്തുള്ളൂ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. നമുക്ക് കഫ്സയുടെ ഒരു ചെറിയ സലാഡും കൂടി ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സവോള, അതുപോലെ തക്കാളി. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാമേ, മിക്സിയിലിട്ടിട്ടേ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഇടേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റാണ്, 1 ടീസ്പൂൺ. അതുപോലെ ഒരല്പം വെളുത്തുള്ളിയുടെ പേസ്റ്റ്, അതുപോലെ കുറച്ച് കാശ്മീരി മുളക് പൊടിയെ, ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാമേ, സൺഫ്ലവർ ഓയിൽ. ഓക്കെ, നമ്മുടെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഫുഡ് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇതേ വാനരപ്പട റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ കഫ്സയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്താലോ. ഇതൊരു അറേബ്യൻ ഡിഷാണ്, എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ അതിന് ഞാനൊന്ന് മലയാളീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കാം. ഓക്കെ.